ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോൻ്റെ അകത്ത് സുബീൻ്റെ വെഡ്ഡിങ് കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ കേട്ടോ. അത് കമൻ്റായിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു. സുബിയുടെ കല്യാണത്തിൻ്റെ ഫുൾ വീഡിയോ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം വീഡിയോസൊക്കെ എടുത്തിരുന്നു, പക്ഷേ എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയിരുന്നില്ല. അപ്പോൾ സമയം കിട്ടുമ്പോൾ കുറച്ചായി തീർത്തപ്പോൾ ഇന്നാണ് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പം ഞങ്ങൾ 22-ാം തീയതി ആയിരുന്നു കല്യാണം. ഞങ്ങൾ 21-ാം തീയതിയാണ് ഞങ്ങൾ ഗുരുവായൂരേക്ക് പോകുന്നത്. 21-ാം തീയതി ഏകദേശം ഒരു 9:30 കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കാണ്ടായിരുന്നു. അതൊക്കെ 1-2 ദിവസം മുന്നേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വണ്ടിയിലോട്ട് വെച്ചു. കാരണം ഒന്നുപോലും മറന്നു പോകാൻ പാടില്ലല്ലോ. ആളുകൾ കുറച്ചാണ്, വളരെ ചുരുക്കത്തിലാണ് മാരേജ് നടന്നെങ്കിലും കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ തുടങ്ങിയിട്ടുണ്ട്. അത് വേറൊന്നല്ല, ഗുരുവായൂർ വെച്ചിട്ടാണ് കല്യാണം. ഗുരുവായൂർ പ്രത്യേകിച്ച് സമയം മുഹൂർത്തം ഇല്ല എന്ന് എല്ലാവരും പറയുന്നത് കേൾക്കാം. പക്ഷേ ഞങ്ങൾ ആ ദിവസത്തേക്കുള്ള സമയം മുഹൂർത്തം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് ഒരു മാസത്തിന് മുന്നേ തന്നെ ഗുരുവായൂർ പോയി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു ടെൻഷനൊക്കെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ശരിക്കും വീട്ടിൽ നിന്ന് ആ ദിവസം ഇറങ്ങുന്നത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് അച്ഛനമ്മേനും തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, അവർ രണ്ടുപേരും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഫ്രീ ആയിട്ട് നമുക്ക് കല്യാണത്തിൽ പങ്കെടുക്കാമായിരുന്നു. കാരണം കല്യാണത്തിന് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ മുന്നിൽ നിന്ന് അവർ നോക്കിക്കോളും. അപ്പം നമ്മൾക്ക് അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് കൊടുത്താൽ മതി. അവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷമാവുമായിരുന്നു. വളരെ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയതുകൊണ്ട് ഒരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു ഇറങ്ങുന്ന സമയത്ത്. കാരണം എല്ലാ കാര്യങ്ങളും വണ്ടിയിലെടുത്ത് വയ്ക്കുകയും വേണ്ട അറേഞ്ച്മെൻറ്റ്സും ചെയ്തു വെച്ചെന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോക്കകത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ ആൾക്കാരും പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ, സുബി, രാജി, കുഞ്ഞാവ, പിന്നെ അമ്മയുടെ മാമനുണ്ട്, രേമാമൻ, പുള്ളിയും കൂടെ ആയിരുന്നു. ഇത്രയും പേരാണ് ഗുരുവായൂർക്ക് പോയത്. അപ്പം പോകുന്ന വഴിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചും കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എന്തായാലും ഏതെങ്കിലും ഒരു ഹോട്ടൽ പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏകദേശം ഒരു ചമ്രവട്ടം ഒക്കെ കഴിഞ്ഞപ്പം ഒരു ഹോട്ടൽ കിട്ടി. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു. അതേപോലെ തന്നെ ഭക്ഷണം ഞാൻ ആദ്യം കഴിച്ചു, പിന്നെ രാജി കഴിച്ചു. അങ്ങനെയാണ് ചെയ്തത്. കാരണം കുഞ്ഞാവേന മേയ്ക്കാൻ വേണ്ടി ഒരാൾ കൂടെ തന്നെ വേണം. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അധികം 2 സമയത്തായിട്ടാണ് അധികം കഴിക്കാറ്. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കുഴപ്പമില്ലായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഭക്ഷണം കഴിച്ചു, നേരെ വണ്ടി കയറി പിന്നെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ യാത്രക്കൂടെ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചും കൊണ്ടാണ് പോകുന്നത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഓപ്പണായിട്ട് സംസാരിക്കാറ് യാത്രക്കിടയിലാണ്. കാരണം യാത്രക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ, ആ സമയത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ഒരുപാട് കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ടായിരിക്കാം ഒരുപാട് ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫൈനലായിട്ടൊരു ഡിസിഷൻ എടുക്കാണ്ടെങ്കിലൊക്കെ നമുക്ക് യാത്രാ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടാറുണ്ട് എപ്പോഴും. അതുകൊണ്ട് ഞാൻ രാജ്യധികം യാത്രയിൽ ഒരുപാട് സംസാരിക്കാറുണ്ട്. ഒരിക്കലും ഒരു വാക്കുപോലും മിണ്ടാതെ യാത്ര ഞങ്ങൾ ചെയ്യാറില്ല. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നത് യാത്രക്കിടയിലാണ്. ഞങ്ങളെ സംസാരം തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും ഹെവൻ വണ്ടിക്ക് ഒരു അപ്പത്തിന് ഉറങ്ങും. ഇതിപ്പോൾ പറഞ്ഞാൽ സുബിയുണ്ട്, മാമനുണ്ട്. അതുകൊണ്ട് എന്തായി, 2 പേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ കളിച്ചും പിടിച്ച് മാന്തിയും നുള്ളിയും അവനങ്ങനെ വലിയ ബോറടി ഇല്ലാതെ മുന്നോട്ട് പോവാണ്. ഞങ്ങൾ 2 പേരാണെങ്കിൽ അവനെപ്പോൾ ഉറങ്ങിയെന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു 2:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഗുരുവായൂർ എത്തിച്ചേർന്നു. അപ്പം ഹോട്ടലിൽ റൂം കാര്യങ്ങളൊക്കെ മുൻപേ ബുക്ക് ചെയ്തായതുകൊണ്ട് നേരത്തെ തന്നെ ചെന്നു. സാധനങ്ങൾ കുറേ എടുക്കാണ്ടായിരുന്നു. അപ്പം പതുക്കെ വണ്ടി പാർക്കിങ്ങിലേക്ക് ഇട്ട് സാധനങ്ങളൊക്കെ എടുത്ത് പതുക്കെ ഞങ്ങൾ റൂമിലോട്ട് മാറി. നമ്മളെത്തിയ ഏകദേശം സമയത്ത് തന്നെ പയ്യനും പയ്യൻ്റെ ഫാമിലിയൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവർ വേറെ ഹോട്ടലിലാണ് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. അപ്പം വൈകിട്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുത്തരുന്നൊരു ചടങ്ങുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് ബാക്കി ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങനെ പ്ലാനാക്കി നേരെ റൂമിലോട്ട് പോയി. അപ്പം ഹെവൻ നല്ല ഹാപ്പിയാണ്, കാരണം കൂടെ എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരുടെ അടുത്തും കളിച്ചും ചിരിച്ചൊക്കെ അവൻ നല്ല ഹാപ്പി ആയിരിക്കുകയാണ്. ഹാപ്പി എന്ന് മാത്രം പറയണ്ട, സകലമാന കുരുത്തക്കേടും അഴിച്ചു വിടുന്നുണ്ട്. കാരണം ഒരു സാധനം ഇവിടെ വെച്ചിട്ടും അവൻ്റെ കൈപ്പിടിയിൽ എത്തുന്ന സാധനങ്ങളാണെങ്കിലും എടുത്ത് കളിക്കുന്നുണ്ട്, എടുത്ത് എറിയുന്നുണ്ട്. എന്ന ആക്ടിവിറ്റീസൊക്കെ അവൻ്റെ വക ചെയ്യുന്നുണ്ട്. ഞാൻ കൊണ്ടുവന്ന ബാഗും കാര്യങ്ങളൊക്കെ ഓരോ സ്ഥലത്തായിട്ട് വെക്കുകയാണ്. വേറൊന്നല്ല, ഇനി പെട്ടെന്നൊരു ഡൗട്ട് വന്നിട്ട് തിരഞ്ഞെടുക്കാൻ വയ്യ. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് ലോങ് ഡ്രൈവ് ചെയ്തല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ല യാത്രാക്ഷ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വൈകിട്ടാണ് അവർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ചടങ്ങ് കഴിഞ്ഞിട്ട് ഗുരുവായൂർ അമ്പലത്തിനുള്ളിലോട്ട് കയറണമെന്ന് സുബിയും രാജ്യവും മാമനെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഒന്ന് മൈൻഡ് റിഫ്രഷ് ചെയ്യാൻ ഞാനും കുഞ്ഞാമയും പതിപോലെ സ്റ്റേണ്ട് തുടങ്ങി. അപ്പോൾ അവനും വിട്ടിരുന്നില്ല. അവനും ഭയങ്കര കുസൃതിയാണ്. കാരണം ഈ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ അവനെടുത്ത് താഴെടണം. അതുപോലെ തന്നെ രാജിയുടെ മേക്കപ്പ് സെറ്റ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് എല്ലാം എടുത്ത് പുറത്തിടണം. അപ്പോൾ ഇതൊക്കെയാണ് അവൻ്റെ ഡിമാൻഡ്സ്. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവനായിട്ട് സ്റ്റേണ്ട് കൂടിയപ്പോൾ സുബി കണ്ട്. അപ്പോൾ സുബിയും അതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് കുറേ നേരം അവനെ പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും വെറുപ്പിച്ച്. പക്ഷേ അവന് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. സാധാരണഗതിയിലൊക്കെ എന്തായാലും ഒച്ചയൊക്കെ ഉണ്ടാക്കി, ഇതൊന്നുമില്ല. ഇത് വളരെ ഹാപ്പിയാണ്. ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും മേക്കപ്പ് രാജി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് യഥാസ്ഥലത്ത് വെക്കുകയായിരുന്നു. സമയം ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട്. അപ്പോഴാണ് പയ്യൻ വിളിക്കുന്നത്. പയ്യൻ്റെ സിസ്റ്ററും അമ്മയൊക്കെ ഡ്രസ്സും കാര്യങ്ങളായിട്ട് റൂമിലോട്ട് വരുന്നുണ്ടെന്ന്. അപ്പം നമ്മളെ മൊത്തം പരിപാടിയും
കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഫോട്ടോ മാഗ്നറ്റിന് അർജുനാണ് വന്നത്. അർജുൻ്റെ ഒരു സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ വന്നപ്പം അത്യാവശ്യം വീഡിയോസായിട്ടും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ ആയിട്ട് അർജുൻ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ ഡ്രസ്സും അതിൻ്റെ കൂടെ തന്നെ മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. അവർക്ക് ഈ ഒരു ചടങ്ങ് കഴിഞ്ഞ ശേഷം എല്ലാവർക്കും കൂടെ ഒന്ന് ഗുരുവായൂർ അമ്പലത്തിനുള്ളിൽ തൊഴാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ അർജുൻ തകർത്തിയിട്ട് നടത്തുകയാണ്. അപ്പോൾ കുറച്ച് ഫോട്ടോസും ചെറിയ രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ പരിപാടി കഴിഞ്ഞ് അവർ നേരെ ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോയി. ഞാനൊഴികെ ബാക്കി എല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പോയി. അറിയുന്നൊരു പോലീസ് സുഹൃത്ത് അവിടെ ഉള്ളത് കൊണ്ട് ഉള്ളിൽ കയറാനൊക്കെ ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടിറങ്ങി എന്ന് പറഞ്ഞാൽ ചായയും കാര്യങ്ങളൊന്നും കഴിച്ചില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ പിന്നെ ചായ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരുമായിട്ട് ഇറങ്ങി. ആ സമയത്ത് അവിടെയുള്ള ഒരുവിധപ്പെട്ട ഹോട്ടലിലെല്ലാം നല്ല തിരക്കായിരുന്നു. അത് വേറൊന്നുമല്ല, ഒന്നാമത് ആ ദിവസം ഒരുപാട് കല്യാണങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ശബരിമല സീസണും കൂടെ ആയതുകൊണ്ട് ഒന്നും പറയാണ്ടായില്ല. പിന്നെ വീക്കെൻഡും പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്രയും തിരക്കായിരുന്നു. നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. ഒരുപാട് ഭക്തജനങ്ങളും അയ്യപ്പന്മാരും എല്ലാവരും. അതുകൊണ്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ചായ കുടിക്കാൻ തന്നെ ഞങ്ങൾ 2-3 ഹോട്ടലിൽ കയറി ഇറങ്ങേണ്ടി വന്നു. കാരണം എല്ലായിടത്തും നല്ല തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോരോ ഹോട്ടലിലോട്ട് മാറി കയറി അവസാനം ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു. അതിനുശേഷം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു. പിറ്റേന്ന് നേരത്തെ എഴുന്നേക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അധികം കറങ്ങാൻ നിന്നില്ല. ചെറിയ രീതിയിലൊന്ന് ചുറ്റടിച്ച് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി. പിന്നെ എല്ലാവരും കിടന്നുറങ്ങി. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും കാര്യമായിട്ട് ഉറക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പുലർച്ചെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഞാനും കുഞ്ഞാവേ ആ സമയത്ത് ഉറക്കം തന്നെയാണ്. കാരണം ഇത് പുലർച്ചെ തുടങ്ങിയെങ്കിലേ ആ സമയമാകുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ കഴിയുള്ളൂ. അപ്പം വിചാരിച്ച പോലെ തന്നെ സമയത്ത് തന്നെ തീർക്കാൻ പറ്റി. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളെ പയ്യനെത്തി. പയ്യനും മേക്കപ്പ് ചെയ്യണമെന്ന് ഒരേ നിർബന്ധം. എന്നാൽ പിന്നെ ആഗ്രഹമല്ലേ ചായച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് പയ്യനെയും പിടിച്ച് മേക്കപ്പ് ചെയ്യിച്ച്. അപ്പോഴേക്കും നമ്മൾ അർജുനോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അർജുൻ സുബീനെ വെച്ചിട്ട് കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു. അവിടുത്തെ ആ കോറിഡോർ ആ ഒരു സ്പേസിൽ നിന്നാണ് ഫോട്ടോസൊക്കെ എടുത്തത്. എന്തായാലും കുറച്ചൊരു ഇരുട് മൂടിയ റൂമായിരുന്നെങ്കിലും ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ ഞാനിത് ഇതിൻ്റെ കൂടെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ഗുരുവായൂർ അമ്പല നടയിലോട്ടാണ് പോയത്. പിന്നെ കല്യാണം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ആയിരുന്നു. കാരണം ഒരുപാട് കല്യാണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും ഭാഗമായിട്ട് എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അർജുൻ തന്നെ എങ്ങനെയാണ് ഫോട്ടോസൊക്കെ എടുത്ത് ആ സമയത്ത് കൊണ്ട് തീർത്തത്. കാരണം നമ്മൾ കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് കയറണം. അപ്പോൾ അതുകൊണ്ട് അധികം സമയം മണ്ഡപത്തിൽ നിർത്താൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് പിന്നെ പുറത്തിറങ്ങിയിട്ട് അവിടെ ഒരു പാതി വെട്ടിയൊരു ചന്ദനമരമുണ്ട്, അതിനടുത്ത് വെച്ചായിരുന്നു ഒരു ഫോട്ടോസൊക്കെ എടുത്തത്. അപ്പോൾ ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോൻ്റെ കൂടെ പല ഭാഗങ്ങളായിട്ടാണ് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം ഈ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കുറേ എടുത്തു. കാരണം അവിടെ വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് അത്യാവശ്യം വെയിലും ഉണ്ടായിരുന്നു. ഇവർ നമ്മുടെ സ്പെഷ്യൽ അതിഥികളാണ്. നൗഫിയും കൂട്ടുകാരെല്ലാവരും വന്നിരുന്നു. എന്തായാലും വന്നപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ കുറച്ച് അവിടെ നിന്ന് അങ്ങോട്ട് മാറി നിന്ന് ഞങ്ങളോരോ വിശേഷങ്ങളൊക്കെ സംസാരിച്ച് ആ സമയത്ത് അർജുന് പയ്യനെയും പെണ്ണിനെയും കൊണ്ടുപോയി അർജുൻ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതിനുശേഷം നേരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. കാരണം എല്ലാവർക്കും തിരിച്ചു പോകണം. അവർക്ക് നമ്മളെക്കാട്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് പിന്നെ അധികം ലേറ്റ് ആകുന്നില്ല. നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത് ഞങ്ങൾ താമസിച്ച ആ ഒരു ഹോട്ടലിൻ്റെ അവർ തന്നെയാണ്. സദ്യനെക്കുറിച്ചൊന്നും പറയാനില്ല, അടിപൊളി ഭക്ഷണമായിരുന്നു. എല്ലാവരും മുഖത്തുനിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 10-8 വിഭവങ്ങളും അതിൻ്റെ കൂടെ 2-3 തരം പായസങ്ങളും എല്ലാം കൂടെ ആയിട്ട് സദ്യ വളരെ വളരെ ഹാപ്പി ആയിരുന്നു കഴിച്ചു കഴിഞ്ഞപ്പോൾ. എന്ത് പരിപാടിയാണെങ്കിലും ഭക്ഷണം നന്നാവണമെന്നാണ് എപ്പോഴുള്ള ആഗ്രഹം. അതുപോലെ തന്നെ സംഭവിച്ചു. നല്ല ഭക്ഷണമായിരുന്നു. അപ്പോൾ അതിനുശേഷം സുബീനെയും പയ്യനെയും അവരെ ഫാമിലിയിൽ എല്ലാവരും ഞങ്ങൾ അവിടെ നിന്ന് യാത്രയാക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയി. ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. കാരണം മേക്കപ്പിൻ്റെ സാധനങ്ങളുണ്ട് 2 ബാഗ് നിറച്ചും. അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ ഓരോ ചെറിയ ബാഗിലൊക്കെ ആക്കി എല്ലാം കൂടെ എടുത്ത് വെച്ചു. ഹോട്ടലിലെ ബില്ലുകളൊക്കെ സെറ്റിൽ ചെയ്തു. ഞങ്ങൾ പതുക്കെ തിരിച്ച് നാട്ടിലോട്ട് പോന്നു. അപ്പോൾ യാത്രയിൽ ഉടനീളം ഈ കല്യാണത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് അച്ഛനമ്മേനും തന്നെയാണ്. നമ്മൾ പല സ്ഥലത്തും വായിച്ചിട്ടില്ലേ, നമ്മളെ ഏറ്റവും മനോഹരമായ കാലഘട്ടം എന്ന് പറയുന്നത് അച്ഛനമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവരെ മക്കളായിട്ട് ജീവിച്ചിരിക്കുന്ന സമയത്താണ്. സത്യമാണത്. ഞങ്ങൾക്ക് എന്തായാലും ആ സന്തോഷം ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ഉടനീളം ആ പരിപാടിക്കും ആ കല്യാണത്തിൻ്റെ ആ ഒരു ചടങ്ങ് സമയത്തൊക്കെ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു ഒരുപാട്. അപ്പോൾ എന്തായാലും എല്ലാം ഭംഗിയായി തന്നെ നടന്നു. ഒരുപാട് സന്തോഷമായി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കല്യാണത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അത്യാവശ്യം ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്.